ജെസ്സി മതിയടി. തന്റെ കാൽ ചുവട്ടിലിട്ട് ക്ലാരയുടെ കവിളിൽ തലങ്ങും വിലങ്ങും തല്ലുന്ന ജെസ്സിയെ നോക്കി കൃഷ്ണ ദയനീയമായി പറഞ്ഞു. മിണ്ടരുത് നീ. നീ എന്താ വലിയ സീരിയ നായികയുമാണോ? വേദനിപ്പിക്കുന്നവരെ മുഴുവൻ വെറുതെ വിടാനുള്ള മഹാമനസ്സ് കാണിക്കാൻ ആദ്യം ജിബിച്ചൻ, ഇപ്പൊ ഇവൾ. ഇവരൊക്കെ ദ്രോഹിച്ചത് നിന്നെയാണ് കിച്ചു, നിന്റെ കുഞ്ഞിനെയാണ്. കൊല്ലാൻ തോന്നുന്നില്ലേ നിനക്ക് ഈ ദുഷ്ടക്കൂട്ടങ്ങളെ? ക്ലാരയ്ക്ക് അടുത്തു നിന്നും എഴുന്നേറ്റ് കൃഷ്ണയ്ക്ക് നേരെ ദേഷ്യത്തോടെ അലറി ജെസ്സി. നിനക്ക് ക്ഷമിക്കാൻ കഴിയുമായിരിക്കും കിച്ചു, പക്ഷേ ജെസ്സിക്ക് കഴിയില്ല. ഇവൾ തൊട്ടത് എൻ്റെ ജീവനില്ല. ജിബിച്ചൻ എൻ്റെ ഇച്ചായൻ്റെ കുഞ്ഞിനെയും. അപ്പോൾ എനിക്ക് നോവും. ആ നോവ് എനിക്ക് തന്നവരെയും അതുപോലെ നോവിക്കും ഞാൻ. അല്ലെങ്കിൽ കുരിശിങ്കൽ സേവ്യറിൻ്റെ കൊച്ചുമകളാണെന്ന് അഭിമാനത്തോടെ പറയാൻ നാളെ എനിക്ക് കുറ്റബോധം തോന്നും. അതുകൊണ്ട് വെറുതെ വിടില്ല ഞാൻ ഈ പന്നമോളെ. നിലത്തു നിന്നും ക്ലാരയെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾക്ക് ഒരെണ്ണം കൂടി കൊടുത്തു ജെസ്സി. എടി ഝാൻസി റാണി മതിയടി, അവൾ ചത്തുപോകും. പിറകിലൂടെ ചെന്ന് ജെസ്സിയെ വട്ടം പിടിച്ചുകൊണ്ട് കാശി കുറുമ്പോടെ പറഞ്ഞു. വിടടാ എന്നെ, ഞാൻ ഇവളെ. കാശിയുടെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് ജെസ്സി വീറോടെ പറഞ്ഞു. അടങ്ങടി. ജെസ്സിയെ നിലത്തുനിന്നും ഉയർത്തിക്കൊണ്ട് അവൻ അവളുടെ കൈ രണ്ടും ലോക്ക് ചെയ്തു വെച്ചു. വിടുനാഥ്, ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഞാനിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കിച്ചുവിനെ ഇവൾ. ജെസ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചുടു കണ്ണുനീർ കാശിയുടെ കയ്യിലേക്ക് വീണു ചിതറി. പോട്ടടാ, അവളെ കൊണ്ടുപോകാനുള്ള ആളിപ്പോൾ വരും. നീ വിഷമിക്കേണ്ട. ഇവൾക്ക് കൊടുക്കാനുള്ള ശിക്ഷ കൊടുത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഇവളെ ഞങ്ങൾ വിടൂ. അതുപോലെ നിനക്ക്? ജെസ്സിയെ സമാധാനിപ്പിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അവൾ മതിയെന്ന പോലെ തലകുലുക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇതെല്ലാം കണ്ട് പേടിച്ചു നിന്ന ക്ലാരയ്ക്ക് മുന്നിലേക്ക് ജോയൽ കയറി നിന്നു. തൊട്ടടുത്ത് ജോയലിൻ്റെ മുഖം കണ്ടത് ക്ലാര പേടിയോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി. എന്താ ക്ലാര, പേടിച്ചു പോയോ? അവളുടെ മുഖത്തെ പേടി കണ്ട് ജോയൽ പുഞ്ചിരിയോടെ ചോദിച്ചു. അവൻ്റെ ചിരിക്ക് പിന്നിലെ വന്യത മനസ്സിലാക്കിയതുപോലെ ക്ലാര പേടിയാൽ വിറച്ചു. ഇങ്ങനെ പേടിക്കാതെ ക്ലാര, ദേ നോക്ക്, നിന്റെ ജോയിച്ചനാടി. നിനക്ക് വേണ്ടേ എന്നെ? ആദ്യം സൗമ്യമായും പിന്നെ വന്യമായും പറഞ്ഞുകൊണ്ട് ജോയൽ ക്ലാരയുടെ കയ്യിൽ പിടിമുറുക്കി. ജോയിച്ച, വേണ്ട പ്ലീസ്. ക്ലാര അവനോട് കെഞ്ചി. വേണ്ടേ? നിനക്ക് വേണ്ടേ എന്നെ? എനിക്ക് വേണ്ടിയല്ലേ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടിപ്പോൾ വേണ്ടെന്നോ? വാ ക്ലാര, നിനക്ക് തന്നേക്കാം ഞാൻ എന്നെ. ജോയൽ വീണ്ടും അവളുടെ കയ്യിലെ പിടിമുറുക്കി. ജോയിച്ച, വേണ്ട. ക്ലാര അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കെൻ്റെ പെണ്ണിനെ കൊല്ലണമല്ലേടി? അവളുടെ കവിളിലേക്ക് കൈവീശി അടിച്ചുകൊണ്ട് അലറി ജോയൽ. അവൻ്റെ അടികൊണ്ട് ക്ലാര നിലത്തേക്ക് തെറിച്ചു വീണു. നീ എനിക്ക് നല്ലൊരു കൂട്ടുകാരിയായിരുന്നു, കൂടപ്പിറപ്പായിരുന്നു. എന്നിട്ട് നീ ഇവളോടുള്ള എൻ്റെ ഇഷ്ടം പോലും ഞാൻ ആദ്യം പറഞ്ഞത് നിന്നോടായിരുന്നില്ലേടി? എന്നിട്ടും എങ്ങനെ തോന്നി നിനക്ക് ഇത്രയൊക്കെ ചെയ്തു കൂട്ടാൻ? നിലത്തു നിന്നും ക്ലാരയെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ജോയൽ അവളോട് വേദനയോടെ ചോദിച്ചു. അവൻ്റെ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ മറുപടി ഉണ്ടായിരുന്നില്ല ക്ലാരയുടെ പക്കൽ. പറയടി, എൻ്റെ കുഞ്ഞിനെ ജിബിച്ചനെ പറഞ്ഞയച്ചത് നീയല്ലേ? ക്ലാരയുടെ മുടിക്ക് പിടിച്ചുകൊണ്ട് ജോയൽ അലറി. പക്ഷേ അവൾ പറഞ്ഞത് കേട്ട് ക്ലാര ഞെട്ടി. ജിബിച്ചനോ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. എനിക്ക് മുന്നിൽ നീ അഭിനയിക്കരുത് ക്ലാര. നിങ്ങൾ ഒരുമിച്ച് തന്നെയാ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. സത്യം പറയുന്നതാവും നിനക്ക് നല്ലത്. അവളുടെ മുടിയിലെ പിടി മുറുക്കിക്കൊണ്ട് ജോയൽ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കറിയില്ല. ജിബിച്ചനെ ഞാൻ കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. നിന്റെ കുഞ്ഞിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ജോയലിൻ്റെ കൈപ്പിടിയിൽ നിന്നും കുതറിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാനിത് വിശ്വസിക്കണോ? വിശ്വസിച്ചേ പറ്റൂ ജോയിച്ച. ഞാൻ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചത് ഇവളെയാണ്. എൻ്റെ പ്രണയം എന്നിൽ നിന്നും തട്ടിയെടുത്ത ഇവളോട് മാത്രമാണ് എനിക്ക് പക. എന്നെ ജീവനോടെ ബാക്കി വെച്ചാൽ ഉറപ്പായും ഞാൻ ഇവളെ തീർത്തിരിക്കും ജോയിച്ച. ഇവൾക്കൊരിക്കലും മാപ്പ് കൊടുക്കില്ല ഞാൻ. എൻ്റെ പ്രണയവും സന്തോഷവും എല്ലാം ഇല്ലാതായത് ഇവൾ കാരണമാണ്. ഞാനിവളെ. ജോയലിൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് ക്ലാര ഞൊടിയിടയിൽ കൃഷ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. ഒരു ഭ്രാന്തിയെ പോലെ കൃഷ്ണയുടെ കഴുത്തിലേക്ക് അവൾ കൈകൾ ചേർത്ത് അമർത്തി. ജോ. കൃഷ്ണ ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞുപോയി. ക്ലാരയുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നുപോയി. എല്ലാവരും പ്രതികരിക്കാൻ മറന്നതുപോലെ നിന്നു. അവളുടെ കൈപ്പിടിയിൽ പിടിഞ്ഞുകൊണ്ട് സർവ്വശക്തിയും എടുത്തതൻ കൃഷ്ണ ക്ലാരയുടെ കൈകൾ തന്നിൽ നിന്നും അയഞ്ഞതും ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് കൃഷ്ണ ചുമച്ചുപോയി. എടീ. അവളുടെ തലയിൽ പിറകിലേക്ക് വേച്ചുപോയ ക്ലാര വീണ്ടും കൃഷ്ണയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്രാവശ്യം കൃഷ്ണ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ക്ലാരയുടെ മുഖത്തേക്ക് കൈവീശി ആഞ്ഞടിച്ചു. അവളുടെ അടിയിൽ തൻ്റെ കവിൾ പറഞ്ഞു പോകും പോലെ തോന്നിപ്പോയി ക്ലാരയ്ക്ക്. അവൾ വേദനയോടെ തൻ്റെ കവിളിൽ കൈയമർത്തി. നാണമാകുന്നില്ലേ നിനക്ക് മറ്റുള്ളവരുടെ പുരുഷനെ ആഗ്രഹിക്കാൻ? മാനം കെട്ടവൾ. നീ ഭീരുവാണ് ക്ലാര. നീ ധൈര്യമുള്ള പെണ്ണായിരുന്നെങ്കിൽ നിന്റെ മനസ്സിലുള്ള പ്രണയം പണ്ടേക്ക് പണ്ടേ നീ ഇവനോട് തുറന്നു പറഞ്ഞേനെ. അത് ചെയ്യാതെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവസാനം എന്നെ കൊല്ലാൻ നോക്കുന്നു നീ. കൃഷ്ണ വെറുപ്പോടെ ക്ലാരയോട് പറഞ്ഞു. നീ ചെവി തുറന്ന് കേൾക്കുകയും കണ്ണ് തുറന്ന് കാണുകയും ചെയ്തു ക്ലാര. ഇവൻ എൻ്റേതാ, എൻ്റേത് മാത്രം. എൻ്റെ ഭർത്താവിനെ തൽക്കാലം ഒരുത്തിക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ചോ നിന്റെ ഈ ഭ്രാന്ത്.
ജോയലിനെ തനിക്കരികിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് കൃഷ്ണ ക്ലാരയോട് പുച്ഛത്തോടെ പറഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടില്ല കൃഷ്ണ. ജോയൽ എൻ്റേതാണ്. നീ പ്രണയിക്കുന്നതിന് എത്രയോ മുമ്പ് ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയതാ ഇവനെ. എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ ഇവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും, ക്ലാര വാശിയോടെ പറഞ്ഞു. പ്രണയത്തിൻ്റെ കണക്ക് പറയേണ്ട ക്ലാര. ആരാദ്യം പ്രണയിച്ചു എന്നതില്ല, ആരാദ്യം സ്വന്തമാക്കി എന്നതിലാണ് കാര്യം. അതിലും വലിയ കാര്യം മറ്റൊന്നാണ്, നമ്മളിൽ ആരെ ഇവൻ പ്രണയിച്ചു എന്നത്. ജോളിൻ്റെ പ്രണയം അതെന്നും കൃഷ്ണപല്ലവിയാണ് ക്ലാര. അവിടെ മറ്റൊരാൾക്കും സ്ഥാനമില്ല. അത് പൊളിച്ചു. നീ മുത്താണടി. കൃഷ്ണയുടെ ഡയലോഗ് കേട്ട് കാശിയുടെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജെസ്സി കൃഷ്ണയ്ക്ക് ഫ്ലൈങ് കിസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. അപ്പോഴും ക്ലാരയുടെ കണ്ണുകൾ പകയോടെ നോക്കിയത് ജോയലിൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കൃഷ്ണയുടെ കൈകളാണ്. ജോ, ഇവളിനി നമുക്കിടയിൽ വേണ്ട. ഇനി ഒരിക്കലും നമുക്കിടയിലേക്ക് ഇവൾ വരരുത്. ജോയലിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൃഷ്ണ ക്ലാരയെ നോക്കി കൊണ്ട് പറഞ്ഞു. ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിച്ചായ എനിക്കിനി ഇവളെ കാണണ്ട. വെറുപ്പ് തോന്നുന്നു ഇവളോട് എനിക്ക്. ഇവളോട് പ്രണയമല്ല, ഭ്രാന്താണ്. ജോബിനെ നോക്കി പറഞ്ഞുകൊണ്ട് കൃഷ്ണ ക്ലാരയിൽ നിന്ന് മുഖം തിരിച്ചു. ജോബിന് അപ്പോൾ തന്നെ അവൻ്റെ വിളിക്കായി പുറത്ത് കാത്തു നിന്നവരെ അകത്തേക്ക് വിളിച്ചു. ഇവളെയും കൂടി മറ്റവനൊപ്പം കൊണ്ടിട്ടേക്ക്. ഒരു കുഞ്ഞു പോലും ഒന്നും അറിയരുത്. എല്ലാം കെയർഫുള്ളായി വേണം ചെയ്യാൻ. ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. അകത്തേക്ക് കയറി വന്ന രണ്ടുപേരോടായി ജോബിൻ ഗൗരവത്തോടെ പറഞ്ഞു. ശരി സാർ. അവനോട് ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ട് അവർ ക്ലാരയുടെ ഇരു സൈഡിൽ നിന്ന് അവളെ ലോക്ക് ചെയ്തു. വിടെന്നെ. അവരുടെ കയ്യിൽ കിടന്ന് കുതറി ക്ലാര. ഒരു മിനിറ്റ്. അവളെ കൊണ്ടുപോകാൻ തുടങ്ങിയവരെ തടഞ്ഞുകൊണ്ട് കൃഷ്ണ പിറകിൽ നിന്ന് വിളിച്ചു. നീ എന്തായാലും ഇവനെ കിട്ടാൻ വേണ്ടി എന്നെ കൊല്ലാൻ വന്നതല്ലേ? അപ്പോൾ പിന്നെ ഇതുകൂടി കണ്ടിട്ട് പോയാൽ മതി. പറയുന്നതിനോടൊപ്പം ജോയലിൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി അവൻ്റെ ചുണ്ടുകൾ കടിച്ചു വായിലാക്കി നുണഞ്ഞു കൃഷ്ണ. അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടലോടെ അവളുടെ ഇടുപ്പിനെ കൈകളാൽ ചുറ്റി വഴഞ്ഞു ജോയൽ. അവളിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കാശിയും ജോബിനും ജെസ്സിയും ഞെട്ടലോടെ അവരിൽ നിന്ന് നോട്ടം വെട്ടിച്ചു. പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. പക്ഷേ ക്ലാര മാത്രം തറഞ്ഞു നിന്നുപോയി. ജോയലിൻ്റെ ചുണ്ടുകളെ കടിച്ചു നുണയുന്ന കൃഷ്ണയെ അവൾ പകയോടെ നോക്കി. അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ക്ലാരയ്ക്ക്. അവൾ നൽകുന്ന അനുഭൂതിയിൽ ജോയൽ അടിമപ്പെടുത്തുന്നതും അവൻ്റെ കൈകൾ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കുന്നതും ക്ലാര നിറകണ്ണുകളോടെ നോക്കി നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ണുനീർ തുള്ളികൾ കവളിനെ നനയിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. അത്രയും തകർന്നു പോയിരുന്നു അവൾ. കരഞ്ഞുകൊണ്ട് തന്നെ ക്ലാര അവരിൽ നിന്നും നോട്ടം പിൻവലിച്ചു. അപ്പോൾ തന്നെ അവരെ പിടിച്ചു വെച്ചിരുന്നവൾ അവളുമായി പുറത്തേക്ക് നടന്നു. പ്രതികരണമില്ലാതെ ഒരു പാവയെപ്പോലെ അവൾ അവർക്കൊപ്പം നടന്നു. ക്ലാര പോയിട്ടും ഇപ്പോഴും ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ജോയലിനെയും കൃഷ്ണയെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കാശിയും ജെസ്സിയും ജോബിനും പുറത്തേക്കിറങ്ങി ഡോറടച്ചു. ഇതുവരെ അനുഭവിച്ച വേദനകളെല്ലാം അവിടെ ഇറക്കി വയ്ക്കുകയാണ് കൃഷ്ണ. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലെ കണ്ണുനീർ ഉപ്പുരസം ജോയൽ തൻ്റെ നാവിൽ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൻ്റെ പിരിമുറുക്കത്ത് തൻ്റെ ചുണ്ടുകളിൽ അമർന്നിറങ്ങുന്ന അവളുടെ ദന്തങ്ങൾ നൽകുന്ന നോവ് അവൻ കടിച്ചമർത്തി. അവളെ തടയാനും ആ ചുണ്ടുകളെ വേർപെടുത്താനും അവനും തയ്യാറായിരുന്നില്ല. അവളെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് തനിക്കെന്നും പ്രിയപ്പെട്ട അവളുടെ തുടുത്ത ചുണ്ടുകളെ ആവേശത്തോടെ മുണഞ്ഞെടുത്തവൻ. അവന് അടിമപ്പെട്ടതുപോലെ അവളും അവനിലേക്ക് ചേർന്ന് നിന്നു. ഇരുട്ട് നിറഞ്ഞ മുറിക്കുള്ളിൽ അവശനായി കിടക്കുകയാണ് റയാൻ. അവനടുത്ത് തന്നെ ഒരു ചെയറിൽ കെട്ടിയിട്ട നിലയിൽ ഇരിപ്പുണ്ട് ക്ലാര. അവളുടെ മുഖത്തും അവശതയാണ്. റയാൻ, എഴുന്നേൽക്ക്. എഴുന്നേറ്റ് കെട്ടം കഴിച്ചതാ. ജനാലയിൽ വിടവിലൂടെ വരുന്ന അരണ്ട വെളിച്ചത്ത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന റയാനെ കണ്ടത് ക്ലാര അവനെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു. അതൊന്നും റയാന്റെ കാതിൽ പതിക്കുന്നുണ്ടായിരുന്നില്ല. ആരുടെയൊക്കെയോ അടികൊണ്ട് അവൻ്റെ തലയ്ക്ക് പിറകിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. റയാൻ. ക്ലാര ദേഷ്യത്തോടെ അവനെ നോക്കി അലറി. അപ്പോൾ തന്നെ ആ മുറിയുടെ വാതിൽ ഒരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. പുറത്തുനിന്നും വെളിച്ചം വാതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതും ക്ലാര അസ്വസ്ഥതയോടെ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. തനിക്കടുത്തേക്ക് വരുന്ന ആരുടെയൊക്കെ കാലടികളുടെ ശബ്ദം കേട്ട് ക്ലാര ഞെട്ടലോടെ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. എന്താ ക്ലാര, പുതിയ സ്ഥലം നിനക്ക് ഇഷ്ടപ്പെട്ടോ? തൻ്റെ തൊട്ടടുത്ത് ജോയലിൻ്റെ ശബ്ദം കേട്ടതും ക്ലാര ഞെട്ടി വിറച്ചുപോയി. അവൾ പേടിയോടെ തല പിന്നിലേക്ക് വളച്ചു. ആ, ഇങ്ങനെ പേടിക്കാതെ ക്ലാര, ഞാൻ വന്നതേയുള്ളൂ. ശരിക്കും നീ ഇനിയല്ലേ പേടിക്കേണ്ടത്? ജോയൽ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും കാശി ആ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. ക്ലാര പേടിയോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ജോയലിനെയും കാശിയെയും ജോബിനെയും മാറി മാറി നോക്കി. അവളുടെ ഉടലാകെ പേടിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കണ്ട. നിന്നെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല. ഇവനെ തീർത്തിട്ടെ നിന്നെ ഞാൻ. നിലത്ത് കിടക്കുന്ന റയാനെ കണ്ണ് കാണിച്ചുകൊണ്ട് ജോയൽ ക്രൂരമായ മുഖഭാവത്തോടെ പറഞ്ഞു. അവൻ്റെ വലിഞ്ഞു മുറുകുന്ന മുഖം കണ്ട് ക്ലാര പേടിയോടെ ഉമനീരിറക്കി. ഇവനെ എഴുന്നേൽപ്പിക്ക്. വാതിലിനടുത്ത് നിന്ന ഒരുവനോടായി ജോയൽ വിളിച്ചു പറഞ്ഞതും അയാൾ വേഗം വന്ന് റയാനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു ചെയറിലേക്ക് ഇരുത്തി. പിന്നെ ബോട്ടിലെടുത്ത് അടപ്പ് തുറന്ന് അതേപടി അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു കൊടുത്തു.
മുഖത്ത് വെള്ളം വീണതും റയാൻ പിടച്ചിലോടെ തന്റെ കണ്ണുകൾ വെട്ടി തുറന്നു. തുറന്ന കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞ ജോയലിന്റെ മുഖം കണ്ട് റയാൻ പേടിയോടെ പുറകിലേക്ക് ആഞ്ഞുപോയി. പേടി തോന്നുന്നുണ്ടോ റയാൻ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് കൃഷ്ണയെ വേണ്ടേ? ഓ സോറി, നിനക്ക് വേണ്ടത് അവളെ അല്ലല്ലോ, അവളുടെ ശരീരത്തെ അല്ലേ? റയാൻ ഇരിക്കുന്ന ചെയറിന്റെ ഇരുവശവും കൈകൾ കുത്തി അവന്റെ മുഖത്തിന് നേരെ കുനിഞ്ഞുകൊണ്ട് ജോയൽ പുച്ഛത്തോടെ ചോദിച്ചു. അവന്റെ ചോദ്യത്തിൽ റയാൻ പേടിയോടെ ഉമിനീരിറക്കിപ്പോയി. നീ എന്റെ പെണ്ണിനെ തൊട്ടത് ഞാൻ അറിയാൻ വൈകിപ്പോയി. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് ജോയൽ നിവർന്നു നിന്നു. നിനക്കെന്റെ പെണ്ണിനെ വേണം അല്ലേടാ? ചോദിക്കുന്നതിനൊപ്പം റയാന്റെ മുഖത്തേക്ക് കൈ ചുരുട്ടി ഇടിച്ചു ജോയൽ. ആ! റയാന്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് തുപ്പി. ജോയലിന് തന്റെ കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വീണ്ടും റയാന്റെ മുഖത്തേക്ക് കൈ ചുട്ടി ഇടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവന്റെ നെഞ്ചിലേക്ക് ജോയൽ കാലുയർത്തി ചവിട്ടി. റയാൻ ചേറോടുകൂടി പിറകിലേക്ക് തെറിച്ചു വീണു. എല്ലാം കണ്ട ക്ലാര ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഈ കൈ കൊണ്ടല്ലേ നീ എന്റെ കൃഷ്ണയെ തൊട്ടത്? റയാന്റെ വലത് കൈ പിടിച്ചുയർത്തിക്കൊണ്ട് ജോയൽ ദേഷ്യത്തോടെ ചോദിച്ചു. റയാന്റെ കണ്ണുകൾ മരണഭയം നിറഞ്ഞു. ഈ കൈ ഇനി നിനക്ക് വേണ്ട റയാൻ. പറയുന്നതിനോടൊപ്പം റയാന്റെ കൈ തിരിച്ചൊടിച്ചു കഴിഞ്ഞിരുന്നു ജോയൽ. റയാൻ വേദനയോടെ ആർത്ത് കരഞ്ഞു. മതി ചോദിച്ചാ, എല്ലാം നീ മാത്രം കൊടുത്താൽ ഞങ്ങൾ നോക്കുകുത്തികളായി പോവില്ലേ? ജോയലിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് കാശിയും ജോബിനും റയാനടുത്തേക്ക് വന്നു നിന്നു. അതോടെ തന്റെ മരണം അടുത്തുവെന്ന് റയാൻ ഉറപ്പിച്ചു. ഞങ്ങളിനി എണ്ണി എണ്ണി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ റയാൻ? എല്ലാം നിനക്ക് തന്നെ അറിയില്ലേ? ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? അതുകൊണ്ട് ആ കഷ്ടപ്പാടിനുള്ള പ്രതിഫലവും നിനക്ക് തരണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ നിന്നെയൊന്ന് സ്നേഹിക്കാൻ പോവുക. നീ അങ്ങ് സഹകരിച്ചേക്ക് കേട്ടോ. പറഞ്ഞു തീർന്നതും റയാന്റെ നെഞ്ചിലേക്ക് കാലുയർത്തി ചവിട്ടിയിരുന്നു കാശി. പിന്നെ അങ്ങോട്ട് അടിയുടെ മേളമായിരുന്നു. കാശിയും ജോബിനും ചേർന്ന് റയാനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. കൊടുക്കാൻ കഴിയുന്ന അത്ര വേദന രണ്ടാളും കൂടി അവന് കൊടുത്തു. ക്ലാരയ്ക്ക് അടുത്തേക്ക് ചേർ വലിച്ചിട്ട് എല്ലാം കണ്ട് ചെറുപുഞ്ചിരിയോടെ ഇരുന്നു ജോയൽ. അവനെയും അടികൊണ്ട് ചാകാറായ റയാനെയും മാറി മാറി നോക്കി പേടിയോടെ ഉമിനീര് ഇറക്കി ക്ലാര. ഒരൽപ്പം ജീവൻ മാത്രം ബാക്കി വെച്ചുകൊണ്ട് റയാനെ തല്ലുന്നത് നിർത്തി കാശിയും ജോബിനും ജോയലിനടുത്തേക്ക് വന്നു നിന്നു. അപ്പോൾ എങ്ങനെയാ, നമ്മുടെ പരിപാടി തുടങ്ങിയല്ലേ? ക്ലാരയെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചു ജോയൽ. അവന്റെ ചിരി ക്ലാരയിൽ വല്ലാത്ത ഭയം നിറച്ചു. നീ ഇത് കണ്ടോ ക്ലാര? നിനക്ക് മനസ്സിലായോ ഇതെന്താണെന്ന്? കയ്യിലുള്ള സിറിഞ്ച് ക്ലാരയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ജോയൽ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചു. അവന്റെ കയ്യിലിരുന്ന സിറിഞ്ചിലേക്ക് നോക്കി ക്ലാര പേടിയോടെ ഉമിനീരിറക്കി. സംശയിക്കേണ്ട ക്ലാര, കൃഷ്ണയെ കൊല്ലാൻ നീ കൊണ്ടുവന്ന അതേ വിഷയം തന്നെയാ ഇത്. അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ക്ലാരയുടെ മുന്നിൽ ചെന്ന് നിന്നു. വേണ്ട ജോയിച്ച, ക്ലാര യാചനയോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ ക്ലാര. നീ എപ്പോൾ എൻ്റെ പെണ്ണിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചോ അപ്പോൾ തന്നെ കർത്താവ് നിന്റെ മരണവും തീരുമാനിച്ചിരുന്നു ക്ലാര. ഇനിയും നീ ജീവനോടെ ഇരുന്നാൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഇനി വേണ്ട ക്ലാര. ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് ജോയൽ ആ സിറിഞ്ച് അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചു. വേണ്ട, വേണ്ട പ്ലീസ്. ക്ലാര കഴുത്ത് വെച്ച് വെട്ടിച്ചുകൊണ്ട് അവനെ എതിർക്കാൻ ശ്രമിച്ചു. അവളുടെ പ്രവൃത്തി ജോയലിൽ ക്രോധം നിറച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും മരിക്കാൻ നിനക്ക് പേടിയാണല്ലേടി? അവളുടെ കവിളിലേക്ക് കൈവീശി അടിച്ചുകൊണ്ട് അലറി. അവന്റെ അടി കൊണ്ട് അവളുടെ മുഖം ഒരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി. ജോയൽ ദേഷ്യത്തോടെ അവളുടെ മുടിക്ക് പിടിച്ച് അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. നീ ഇനി വേണ്ട ക്ലാര. മുരണ്ടുകൊണ്ട് കയ്യിലുള്ള സിറിഞ്ച് അവളുടെ കഴുത്തിലെ ഞരമ്പിലേക്ക് കുത്തിയിറക്കിയവൻ. വേണ്ട, വേദനയോടെ കരഞ്ഞുപോയി ക്ലാര. സിറിഞ്ചിലെ മരുന്ന് മുഴുവൻ അവളുടെ കഴുത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത ശേഷം അവൻ അവളിലെ പിടിവിട്ടു. ആ മരുന്ന് മുഴുവൻ അവളുടെ സിരകളിലൂടെ ഒഴുകാൻ തുടങ്ങിയതും ഡ്രഗ്സ് കഴിച്ചതുപോലെയുള്ള അവളുടെ കണ്ണുകൾ മയങ്ങി വന്നു. തന്റെ ശക്തി പൂർണ്ണമായും ശയിക്കുന്നത് പോലെ അവൾ ആ കസേരയിൽ തന്നെ കുഴഞ്ഞിരുന്നു. ഇനി നമുക്ക് പോകാം വിച്ചായ. ഏറിപ്പോയാൽ 10 മിനിറ്റ്, അതിൽ കൂടുതൽ പോകില്ല 2, അതിനുള്ളിൽ തീർന്നോളൂ. ഉച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ജോയൽ പുറത്തേക്കിറങ്ങി. ജോബിനും കാശിയും അവിടെ കാവൽ നിന്നവരോട് എന്തൊക്കെയോ പറഞ്ഞേൽപ്പിച്ച ശേഷം ജോയലിന് പുറകെ പുറത്തേക്കിറങ്ങി. ഒരു കടമ്പ കഴിഞ്ഞു അല്ലേ ജോയിച്ച? ഒരെണ്ണം ഇനിയും ബാക്കിയാണ്, കാശി ഒരു നോവോടെ പറഞ്ഞു. അവിടെയാണ് കാശി ഞാൻ തളർന്നു പോകുന്നത്. ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഞാൻ ഒന്നിനുമില്ല. എനിക്ക് വലുത് എൻ്റെ കൃഷ്ണയുടെ സന്തോഷമാണ്. ഞാനും ചേർന്ന അവളെ വേദനിപ്പിച്ചത്. ഇനി വയ്യ. ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ അവൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജോയൽ കാശിയെ നോക്കി പുഞ്ചിരിച്ചു.